മകളെ, ജെറുസലേം പ്രയർ ലൈനിൽ 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി ഇതാ നമ്മളെല്ലാവരും ഒരുങ്ങിയിരിക്കുകയാണ്. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഓരോ മക്കളുടെയും പ്രാർത്ഥനാ നിയോഗങ്ങൾ സ്നേഹത്തോടെ അർപ്പിക്കുകയാണ്. എല്ലാവരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങൾ, കണ്ണുനീരിന്റെ ചരിത്രങ്ങൾ, വേദനയുടെ ഓർമ്മകൾ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. കർത്താവിൽ മാത്രം ആശ്രയിക്കുന്നവർ, വചനത്തിൽ മാത്രം ആശ്രയിക്കുന്നവർ, പരിശുദ്ധാത്മാവിൽ മാത്രം ആശ്രയിക്കുന്നവർ, കർത്താവേ, ഞങ്ങളുടെ എല്ലാവരുടെയും രോദനങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുകയാണ്. ഇതാ വചനം നമുക്ക് തരുന്നു. 38-ാം സങ്കീർത്തനം 15-ാം വാക്യം. കർത്താവേ, അങ്ങേക്ക് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. എന്റെ ദൈവമായ കർത്താവേ, അങ്ങാണ് എനിക്ക് ഉത്തരം അരുളേണ്ടത്. മകളെ, കർത്താവിന് വേണ്ടി കാത്തിരുന്നാൽ കൃപയുടെ വചസ്സുകൾ, അഭിഷേകത്തിന്റെ കൃപ നിറഞ്ഞ ഉത്തരങ്ങൾ നമ്മുടെ മനസ്സിൽ കർത്താവ് തരും. ഉത്തരം തരുന്നത് കർത്താവാണ്. ഒരുപക്ഷെ നെഗറ്റീവ് എനർജി നൽകുന്ന വ്യക്തികളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നതാണ് വിവേകം. ഓർക്കണേ, വിവേകത്തോടെ ഒഴിഞ്ഞു നിൽക്കുമ്പോഴും ദൈവത്തിന്റെ ഉത്തരം നൽകാൻ നാം എപ്പോഴും ശ്രമിക്കണം. എന്ന് പറഞ്ഞാൽ, നിഷേധമായ ചിന്തകൾ പങ്കുവെക്കുമ്പോൾ ക്രിയാത്മക ചിന്തകൾ പങ്കുവെക്കാൻ നമ്മൾ ശ്രമിക്കണം. പരാജയത്തെ പറ്റി സംസാരിക്കുമ്പോൾ വിജയത്തെ പറ്റി സംസാരിക്കാൻ മറക്കരുത്. മരണത്തെ പറ്റി സംസാരിക്കുമ്പോൾ ജീവനെ പറ്റി സംസാരിക്കാൻ ഉത്സാഹം കാണിക്കണം. നിരാശയെ പറ്റി സംസാരിക്കുമ്പോൾ പ്രത്യാശയെ പറ്റി സംസാരിക്കാൻ മറക്കരുത്. പാപത്തെ പറ്റി സംസാരിക്കുമ്പോൾ പുണ്യത്തെ കുറിച്ച് സംസാരിക്കാൻ ഉത്സാഹം കാണിക്കണം. മകളെ, ഉള്ളിലിരുന്ന് സംസാരിക്കുന്ന ദൈവമാണ്. ആ ദൈവമാണ് നമ്മെ നിർബന്ധിക്കുന്നത്. എന്ത്? പരിശ്രമങ്ങളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും പിന്തിരിയാൻ, ഒഴിഞ്ഞു മാറാൻ, 100 കാര്യങ്ങൾ നിരത്തുമ്പോഴും മുന്നോട്ട് നീങ്ങുവാൻ, ലക്ഷ്യത്തിലെത്തിച്ചേരുവാൻ അഭിഷേകത്തിന്റെ കൃപ നിറച്ച് ഉത്തരം നൽകുന്നതും നമ്മുടെ ദൈവമല്ലേ? ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അവിടുന്ന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വിവിധങ്ങളായ ദേശങ്ങളിലിരുന്ന്, വിവിധങ്ങളായ ഭവനങ്ങളിലിരുന്ന് ഈ ശുശ്രൂഷയെ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും, അവരുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും കണ്ണുനീരിന്റെ ചരിത്രങ്ങളെയും ഇത് ഷെയർ ചെയ്യാൻ ഒരുങ്ങിയിരിക്കുന്നവരെയും ഈശോയെ അവിടുന്ന് സമർത്ഥമായി അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിമളവും നാം എല്ലാവരോടും ഈ പ്രാർത്ഥനാ ശുശ്രൂഷ സംബന്ധിക്കുന്ന സർവ്വ മക്കളോടും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.